വാഴ 2 ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കിടില ഒരു പടം, ഒരു രക്ഷയില്ലാത്തൊരു പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യേണ്ട പടമാണ്. എങ്ങനത്തെ ടൈപ്പ് മൂവി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി. നമ്മൾ ഹോം മൂവിയൊക്കെ കണ്ടിട്ടില്ലേ ഇന്ദ്രൻസിൻ്റെ, അതുപോലത്തെ ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവിയാണ് വാഴ 2. വാഴ 1 കിടിലമായിരുന്നു, ഇപ്പം ഇതാ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത് സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഒരു തവണയും കൂടെ പോയി ആ മൂവി കാണുന്നതായിരിക്കും. കാരണം അത്ര ഒരു ഫീലിങ്സ് തരുന്ന, ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ തരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നമുക്കത് തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ആ സ്റ്റോറിയിൽ ആ ഡെപ്തിലോട്ട് ഇറങ്ങിപ്പോകുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവും. ബിജുക്കുട്ടനുണ്ട്, സുധീഷുണ്ട്. ഇവരെ 2 പേര് എടുത്ത് പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഇവർ 2 പേരും ആ മൂവിയിൽ നമ്മുടെ ഹാഷിർ ആൻഡ് ടീമിൻ്റെ കൂടെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് റോള്. കോമഡി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇമോഷണൽ സംഭവങ്ങളുണ്ട്. സോ ബിജുക്കുട്ടനും സുധീഷും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ള കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതുമാണ്, ഇന്നത്തെ കാലത്ത് നടന്നതുമാണ്. പലരും അതുപോലെ പെട്ടുപോയവരുമാണ്. കാരണം വാഴ 3 വിപിൻ ദാസ് ബ്രോ നിങ്ങളിത് കാണുവാണെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഒരു വാഴ 3 കൊണ്ടുവരണമെന്നേ ഞാൻ പറയത്തുള്ളൂ.